ഹായ് മക്കളെ, വെൽക്കം ടു ക്ലാസ് ഓറ. നമ്മൾ അരിത്തമെറ്റിക് പ്രോഗ്രഷൻ എന്ന ചാപ്റ്ററിൽ നിന്ന് എപ്പോഴും ചോദിക്കാറുള്ള ഒരു മോഡൽ ക്വസ്റ്റ്യൻ ആണിത്. ഇവിടെ നമുക്ക് തന്നേക്കണ എന്താ, കുറച്ച് സീക്വൻസുകൾ തന്നിട്ടുണ്ട്, എന്നിട്ട് കുറെ സർക്കിൾ തന്നേക്കും. അതിനകത്ത് നമ്മൾ ഫില്ല് ചെയ്യണം, ബാക്കി നമ്പേഴ്സ് എന്താണെന്ന് ഫില്ല് ചെയ്യണം. ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. ഇവിടെ നമുക്കറിയാം 24, 42 രണ്ട് സർക്കിളാണ്. അത് അരിത്തമെറ്റിക് സീക്വൻസ് ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ അതിന്റെ കോമൺ ഡിഫറൻസ് നമ്മൾ കണ്ടുപിടിക്കണം. ഏതൊരു ക്വസ്റ്റ്യൻ കിട്ടിക്കഴിഞ്ഞാലും ആദ്യമേ ഫസ്റ്റ് വൺ കോമൺ ഡിഫറൻസ് കണ്ടുപിടിക്കാം. ഇവിടെ കോമൺ ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം, നമുക്ക് 24 ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ 42 ആണ്. രണ്ട് സർക്കിൾ നമുക്ക് ഇവിടെ തന്നിട്ടുണ്ട്. ഇതാണ് നമുക്ക് ഫില്ല് ചെയ്യേണ്ടത്. അപ്പൊ ആദ്യത്തേന് x1 കൊടുത്തു, രണ്ടാമത്തേന് s2 കൊടുത്തു. അത് അരിത്തമെറ്റിക് പ്രോഗ്രഷനിലായതുകൊണ്ട് ഈ ഡി എന്ന് പറഞ്ഞ എന്തായിരിക്കും, s2 മൈനസ് x1 ആയിരിക്കും. രണ്ടാമത്തേന്ന് ഒന്നാമത്തത് കുറയ്ക്കണം. അപ്പൊ രണ്ടാമത്തെ 42 ആണ്, മൈനസ് ഒന്നാമത്തെ ഏതാണ്, 24 ആണ്. അപ്പൊ നമുക്ക് 42 മൈനസ് 24 എന്ന് പറഞ്ഞാൽ ദാറ്റ് ഈസ് ഈക്വൽ ടു 18 വരും. അപ്പൊ നമ്മുടെ കോമൺ ഡിഫറൻസ് 18 കിട്ടിക്കഴിഞ്ഞു. അപ്പൊ നമ്മൾ ഇവിടെ ഇതിന് നമ്മൾ വാല്യൂ കൊടുത്തു, x1 ആണ്, s2 ആണ്. ഇത് x3യും x4ഉം കണ്ടുപിടിക്കണം. എന്ത് ചെയ്താൽ മതി, ഈ s2വിന്റെ കൂടെ നമ്മൾ ആരെ കൂട്ടിയാൽ മതി, 18 കൂട്ടിയേ പോരെ. അപ്പൊ s3 എന്ന് പറഞ്ഞാൽ s2വിന്റെ കൂടെ 18 കൂട്ടണം. s2 എത്രയാ, 42. അപ്പൊ 42 പ്ലസ് 18 വരും. നമ്മുടെ ആൻസർ 60 വരും. ആദ്യത്തെ ആൻസറായി. ഇനി അടുത്ത x4 എന്ന് പറഞ്ഞാൽ എന്താണ്, ഈ x3യുടെ കൂടെ. അപ്പൊ ഇവിടെ നമ്മൾ എഴുതി 60 എഴുതി. ഇനി നമ്മൾ എന്ത് ചെയ്യുന്നത്, ഈ 60ന്റെ കൂടെ വീണ്ടും നമ്മൾ ഏത് കൂട്ടണം, 18 കൂട്ടണം. കോമൺ ഡിഫറൻസ് കൂട്ടി കൂട്ടി എഴുതിയാൽ നമുക്ക് AP ആയി. അപ്പൊ നമ്മൾ ആരുടെ കൂടെ കൂടണം, s3യുടെ കൂടെ വീണ്ടും 18 കൂടണം. 60 പ്ലസ് 18 ആയി. 60 പ്ലസ് 18 എന്തായി, 78 ആയി. അപ്പൊ നമ്മുടെ ഇവിടുത്തെ കോളം എന്ന് പറഞ്ഞാൽ 78 ആയി. ഇനി വീണ്ടും x5 കണ്ടുപിടിക്കാൻ വീണ്ടും എന്ത് ചെയ്താൽ മതി, 78ന്റെ കൂടെ വീണ്ടും എന്ത് കൂടണം, നമ്മൾ 18 കൂടണം. അങ്ങനെ കൂട്ടി കൂട്ടി എത്ര സർക്കിൾ വേണമെങ്കിലും എഴുതിയാലും നമുക്ക് ആൻസർ എഴുതാൻ പറ്റും. നമ്മൾ അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ നമ്മൾ രണ്ട് സർക്കിൾ എന്നുള്ള ഈ രണ്ട് സർക്കിൾ നമ്മൾ ഫില്ല് ചെയ്യണം. ഇവിടെയും നമുക്ക് രണ്ട് ടേംസ് എപ്പോഴും അടുത്തടുത്ത് തന്നിട്ടുണ്ടെങ്കിൽ അതിന്റെ കോമൺ ഡിഫറൻസ് കണ്ടുപിടിക്കണം. ഇവിടെ നമുക്കറിയാം കോമൺ ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ ഇത് x1 കൊടുത്തു, ഇത് s2 കൊടുത്തു, ഇത് x3 x4 എഴുതി. അപ്പൊ ഇവിടെ അടുത്തടുത്ത പദങ്ങൾ ഏതാ മക്കളെ, ദാറ്റ് ഈസ് ഈക്വൽ ടു s2 s3 ആണ്. അതിന്റെ ഡിഫറൻസ് നിയറസ്റ്റ് ആയിട്ട് വരുന്ന രണ്ട് ടേമിന്റെ ഡിഫറൻസ് എപ്പോഴും നമുക്ക് കോമൺ ഡിഫറൻസ് ആണ്. അപ്പൊ ഇവിടെ നമുക്ക് എന്ത് എഴുതാം, s3 മൈനസ് s2 എഴുതാം. അപ്പൊ ദാറ്റ് ഈസ് ഈക്വൽ ടു 42 മൈനസ് 24 വരും. അപ്പോഴും നമ്മുടെ ആൻസർ എന്ന് പറഞ്ഞാൽ 18 ആണ്. കോമൺ ഡിഫറൻസ് നമുക്ക് 18 കിട്ടി. ഇനി നമ്മൾ ഇപ്പുറത്താണ് x1 ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ നമ്മുടെ ഡി എന്ന് പറഞ്ഞാൽ നമുക്കറിയാം s2 മൈനസ് x1 ആണ് നമ്മുടെ ഡി എന്ന് പറയുന്നത്. അപ്പൊ ഡി നമുക്ക് ഓൾറെഡി 18 തന്നിട്ടുണ്ട്, അത് അങ്ങനെ തന്നെ എഴുതി. s2 എന്ന് പറയുന്നത് ദാറ്റ് ഈസ് ഈക്വൽ ടു 24 ആണ്, മൈനസ് x1 കിട്ടി. ഇനി ആരെ അവിടെ കണ്ടുപിടിക്കേണ്ടത്, x1 അല്ലേ കണ്ടുപിടിക്കേണ്ടത്, മൈനസ് x1 അല്ലേ. അപ്പൊ നമ്മൾ ആ മൈനസ് x1 അവിടെ നിർത്തി ഇതിനെ ഇപ്പുറത്തേക്ക് കൊണ്ടു. അപ്പൊ 18 മൈനസ് 24 വരും. ദാറ്റ് ഈസ് ഈക്വൽ ടു 18 24 കുറച്ച മൈനസ് 6 വരും, മൈനസ് x1 ആയി. ഈ മൈനസും മൈനസും വെട്ടിപ്പോയി കഴിഞ്ഞാൽ x1 ഈക്വൽ ടു 6 ആയി. ഇപ്പൊ ഇത്രയും സ്റ്റെപ്പ് ഒന്നും നമുക്ക് അപ്ലൈ ചെയ്യണമെന്നില്ല. എന്ത് ചെയ്താൽ മതി, 24 18 അങ്ങ് കുറച്ച് എഴുതാം. നമുക്ക് ഒറ്റയടിക്ക് തന്നെ എഴുതാം, 24 മൈനസ് 18. ഒറ്റയടിക്ക് ഇത്രയും സ്റ്റെപ്പ് ഒന്നും ഇല്ലാതെ നമുക്ക് എങ്ങനെ എഴുതാം, നടുക്കിടക്കണ ഈ s2 എന്ന് പറയുന്നത് 24 ആണ്. അപ്പൊ 24 ഈ കോമൺ ഡിഫറൻസ് 8 അങ്ങ് കുറച്ച് കഴിഞ്ഞാൽ ഒറ്റയടിക്ക് നമുക്കിത് 6 എഴുതാം. ഇങ്ങനെയും ചെയ്യാം, സ്റ്റെപ്പ് അനുസരിച്ച് വേണമെങ്കിൽ ചെയ്യാം. നമുക്ക് എളുപ്പം ഏതാണ്, 24 8 കുറയ്ക്കുന്നതാണ്. നമ്മൾ അതങ്ങ് എഴുതിയാൽ മാത്രം മതി. ഇനി അടുത്ത് നോക്കാം, 42നോട് എന്ത് ചെയ്താൽ മതി, അപ്പൊ അടുത്ത നമ്പർ കൂട്ടിയാൽ പോലെ 18. അപ്പൊ 42നോടുകൂടി 18 കൂട്ടി കഴിഞ്ഞാൽ അടുത്ത നമ്പറായി, ദാറ്റ് ഈസ് ഈക്വൽ ടു 60 ആയി. അപ്പൊ ഒരു കോളത്തിൽ നമുക്ക് കിട്ടിയേക്കുന്നത് 6 കിട്ടും, അടുത്ത കോളത്തിൽ നമുക്ക് 60 കിട്ടും. അപ്പൊ നമ്മുടെ ആൻസർ എന്ന് പറഞ്ഞാൽ 6, 24, 42, 60. അതിനകത്ത് തന്നെ തേർഡ് ക്വസ്റ്റ്യൻ ആണ്. നമുക്ക് രണ്ട് സർക്കിൾ ആദ്യം തന്നേക്കാണ്, അത് ഫില്ല് ചെയ്യണം. അപ്പൊ നമുക്കറിയാം ഈ രണ്ട് ടേം ഇവിടെ തന്നിട്ടുണ്ട്. ഇത് x1, ഇത് x2, ഇത് x3, ഇത് x4 ആണ്. അപ്പൊ കോമൺ ഡിഫറൻസ് ഡി എന്ന് പറഞ്ഞാൽ s2 x4 മൈനസ് x3 വരും. കാരണം ഇത് x4 ആണ്, x4 s3 കുറയ്ക്കണം. അപ്പൊ നമ്മുടെ കോമൺ ഡിഫറൻസ് 42 മൈനസ് 24 വരും, ദാറ്റ് ഈസ് ഈക്വൽ ടു 18 വരും. ഈ 42 24 കുറയ്ക്കുക, അപ്പൊ 18 വരും. ഇനി എന്ത് ചെയ്താൽ മതി, കോമൺ ഡിഫറൻസ് നമുക്ക് കിട്ടിക്കഴിഞ്ഞില്ലേ. ഇനി ഈ 24 18 കുറച്ച് ഇവിടെ എഴുതണം. അപ്പൊ നമുക്ക് s2 എന്ന് പറയുമ്പോൾ 24 മൈനസ് 18 18 വരും. അപ്പൊ നമുക്ക് എത്ര വരും, 6 വരും.
ഇനി അടുത്ത് x1 എന്ന് പറയുമ്പോൾ ഈ 6ൽ നിന്ന് 18 കുറയ്ക്കണം. ദാറ്റ് ഈസ് ഈക്വൽ ടു -12 വരും. വലിയ നമ്പറിൽ നിന്ന് ചെറിയ നമ്പർ കുറച്ചിട്ട് വലുതിൻ്റെ സൈൻ കൊടുക്കണം. അപ്പോൾ 6ൽ നിന്ന് 18 കുറയ്ക്കുമ്പോൾ 18ൽ നിന്ന് 6 കുറച്ചാൽ 12. എന്നിട്ട് വലിയ നമ്പറിൻ്റെ സൈൻ ഏതാ മക്കളെ? 12 മൈനസ് അല്ലേ? അപ്പോൾ ദാറ്റ് ഈസ് ഈക്വൽ ടു -12 വരും. അപ്പോൾ നമ്മുടെ ആൻസറായി.